നമുക്ക് ഈ സാറ് വിളി അങ്ങോട്ട് ഒഴിവാക്കാം. ഈ പാർട്ടിയിലെ സാറേ വിളിയൊക്കെ ആപേക്ഷിക്കുകയാണ് സാറേ. മേളിലേക്ക് വന്ന അല്ലെങ്കിൽ വരാനുള്ളൊരു സാധ്യത തെളിഞ്ഞ അപ്പൊ തുടങ്ങും സാറേ വിളി. അല്ലെങ്കിൽ പിന്നെ ഈ മോനെ കൂട്ടാ പൊട്ടാന്നൊക്കെ ആയിരിക്കും. അപ്പോ വിളി എപ്പോ വേണമെങ്കിലും മാറാം. പേടിക്കണ്ട, തന്തയ്ക്ക് വിളി ഉണ്ടാവില്ല. അഹിംസ അഹിംസ. കൊള്ളാം, ഇത് വേണം. ഈ ചിരി വേണം എപ്പോഴും മുഖത്ത്. ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്ന് മുതൽ അത് വേണ്ട. സാറേ അളവൊക്കെ ഓക്കെ അല്ലേ? എന്നാ ഞാൻ പോട്ടെ. ഓ ടീ സാറേ അതവറാ അത് എന്താ സാറേ ഇതൊക്കെ വേണോ? വേണം. ഡാ നീ പോയിക്കോ, മജുനോട് ഒന്ന് വിളിക്കാൻ പറ. പറയാം സാർ. നല്ല ഐശ്വര്യമായിട്ടുണ്ട്. പാഠം 1: മനസ്സിലില്ലാത്തത് മുഖത്ത് വേണം, മനസ്സിലുള്ളത് മുഖത്ത് വരാനേ പാടില്ല. എത്ര മണിക്കാ കോർ കമ്മിറ്റി മീറ്റിംഗ്? മീറ്റിംഗ് 10 മണിക്കാണ്. പക്ഷെ സാറ് 10:30 എത്താവും. പ്രസക്തി കൂടും. ഓ, പാഠം 2 അല്ലേ? കറക്റ്റ്. എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. ദുശീലം വല്ലതും ഉണ്ടോ? ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. അടി കമ്മ്യൂണിസം. ആ മജീദ പറ. അതെ, 55 ബിരിയാണി, 35 ചിക്കനും 20 മട്ടണും. എന്താ? ഓ, ഇതിലെങ്ങനെ ലാഭം നോക്കണ്ട മജീദ്. ഇത് കോർ കമ്മിറ്റി മീറ്റിംഗ് അല്ലേ? ജില്ലാ കൺവെൻഷനാണ് വരാൻ പോകുന്നത്. അതിന് 2500. ശരി വെച്ച. ഓ ഈ കോർ കമ്മിറ്റി മീറ്റിംഗ് എന്ന് പറയുന്ന ഒരു ചടങ്ങ് മാത്രമാണ്. സാഗർ സാർ എടുക്കുന്ന തീരുമാനം. ഉദയഭാനുവിനെ ഒന്ന് ഒതുക്കുക എന്നുള്ളതും സാഗർ സാറിൻ്റെ ഒരു അജണ്ടയാണ്. എന്താ നിന്റെ പേര്? പുഷ്പൻ. നീ റാവുത്തറുടെ കൂടെ ഇപ്പം എത്ര നാളായി? ഒരു 6 വർഷമായി. നിനക്ക് രാഷ്ട്രീയമുണ്ടോ? ഇതുവരെ ഇല്ല സാർ. അത് നന്നായി. അങ്ങനെ തന്നെ വേണം. നന്നായിട്ട് അധ്വാനിച്ച് ജീവിക്കണം കേട്ടോ. ശരി സാർ. അതെന്തിനാ നാട്ടുകാരെ പ്രാക്ക് മേടിച്ച് കൂട്ടുന്നത്? എന്തൊരു കോമഡിയാന്ന് നോക്കിയേ. കഴിഞ്ഞ ഇലക്ഷന് രാമനുണ്ണിയോട് തോറ്റ ഉദയഭാനു ഈ ബൈ ഇലക്ഷന് രാമനുണ്ണിക്ക് വേണ്ടി വോട്ട് പിടിക്കും. എന്താ അല്ലേ? നന്നായി. അത് നാട്ടുകാർക്ക് അങ്ങനെ തന്നെ വേണം. നേരെ നോക്കി ഓടിക്കും. ഈ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പിലെ വിജയസാധ്യത മുന്നിൽ കണ്ടിട്ടുള്ള ഒരു ആലോചന മാത്രമാണിത്. പാലക്കാട്ട് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ഉദയഭാനു ആദ്യം സംസാരിക്കട്ടെ. ഇത് ഞാനൊരു അലങ്കാരത്തിന് കൊണ്ടു നടക്കണതല്ല. ജില്ലയിൽ പാർട്ടി പിടിച്ചു നിർത്താൻ ഞാൻ നടത്തിയ ദുർനടപ്പിന് എനിക്ക് കിട്ടിയ സമ്മാന. ഉടുക്കണ വെള്ളയില് ചളിയും ചോരയും പുറല്ലാണ്ട് നോക്കണ നിങ്ങളുടെ ഒന്നും അഹിംസ കൊണ്ടല്ല, ജീവൻ പോലും നോക്കാണ്ട് നേർക്ക് നേരെ അടിച്ചു നിന്നിട്ടാ ഈ ഉദയഭാനു ജില്ലയിൽ പാർട്ടിക്ക് ഒരു അഡ്രസ് ഉണ്ടാക്കിയത്. കാശും കള്ളും കൊടുത്ത് ആളെ വിട്ട് ചെയ്യിച്ചിട്ടില്ല, ഒന്നും നേർക്ക് നേരെ ചെയ്തിട്ടുണ്ട്. ഈ കൈകൊണ്ട് കേട്ട പേടിക്കണ പലതും. എന്റെ ഒരു കാല് പോയപ്പോ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞ പലരും ഉണ്ട് ഇവിടെ. പക്ഷെ അത് എന്റെ തല പോകാഞ്ഞതിലുള്ള സങ്കടം കൊണ്ടായിരുന്നു എന്ന് പിന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരു മതില് ബുക്ക് ചെയ്യാനോ പോസ്റ്റർ ഒട്ടിക്കാനോ, എന്തിന് റോട്ടുമല്ല ഇറങ്ങി നിന്ന് 2 വാക്ക് സംസാരിക്കാനോ പോലും ഈ സഖാക്കൾ സമ്മതിക്കാതിരുന്ന ഒരു കാലത്തുനിന്നാണ് 2 ലക്ഷം പേരെ നിരത്തി നിർത്തി ജില്ലാ സമ്മേളനം നടത്താവുന്ന ഒരു ലെവലിലേക്ക് ഞാനിതെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത്. ഭാനു, ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? ഓർമ്മിപ്പിച്ചതാ പ്രസിഡന്റ്, ഒന്ന് ഓർമ്മിപ്പിച്ചതാ. വടക്കോട്ട്, അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, തൂര്യോനെ ചുമന്ന ചുമന്നോന് നാറുന്ന്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നെ കൊണ്ട് ഈ രാമനുണ്ണിയെ ചൊമ്പിക്കാനുള്ള ബുദ്ധി ഈടെ ആരുടെ ആണെങ്കിലും പ്രസിഡന്റ്, ഞാൻ പറയാ അത് വെറുതെയാ. നമസ്കാരം സഖാവേ. അയ്യോ ക്ഷമിക്കണം, ശീലക്കേടിന്റെ പ്രശ്നം ഇനി ഉണ്ടാവില്ലേ സാർ? ഉറപ്പ്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ തവണ വെറും 1400 വോട്ടിനാണ് ഞാൻ ഈ സഖാവ് രാമനുണ്ണിയോട് തോറ്റത്. ഇത്തവണ CDP ആരെ നിർത്തിയാലും മിനിമം 10,000 വോട്ടിനെങ്കിലും ഞാൻ ജയിക്കും എന്നുള്ളത് ഉറപ്പാ. ഭാനുവിന്റെ യോഗ്യതയല്ലല്ലോ ഇവിടുത്തെ വിഷയം. ഇത് ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടിട്ടുള്ള ചർച്ച മാത്രമാണ്. പ്രസിഡന്റ്, ചർച്ച എന്ത് ഇമേജാന്ന് ഈ രാമനുണ്ണിക്ക് മണ്ഡലത്തിലുള്ളത്? വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വക്കീലാക്കി MLA ആക്കിയ പാർട്ടിയെ തന്നെ ചതിച്ചാളാ.
ഓരോ തന്നെ അമ്മന്റെ ഭാഷയിൽ പറഞ്ഞാല് വർഗവഞ്ചകൻ. നിന്ന പച്ച തൊടുവോ? പിന്നെ കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ തള്ളവരലുമ്മ കുത്തി നിന്ന് ഈ രാമനുണ്ണിക്കെതിരെ വർക്ക് ചെയ്ത പ്രവർത്തകരോട് ഇത്തവണ നിങ്ങൾ രാമനുണ്ണിക്ക് വേണ്ടി വർക്ക് ചെയ്തകളാ, ഇതൊക്കെ രാഷ്ട്രീയമല്ലടോ, എല്ലാം മറന്നുകളാന്നുള്ള ഒലക്കമ്മലത്തെ ന്യായം പറയാൻ നിങ്ങൾക്ക് പറ്റും, എനക്ക് പറ്റൂല. നമ്മുടെ ഭാനുസാറിൻ്റെ സങ്കടം കേൾക്കുമ്പോൾ വല്ലാത്തൊരു ചമ്മലുണ്ട് എനിക്ക് ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. വീട്ടിലുള്ളവർക്ക് കുടിക്കാൻ കഞ്ഞിയിലാണ്ടിരിക്കുമ്പോൾ വന്നു കയറിയവന് ബിരിയാണി കൊടുക്കാൻ തീരുമാനിച്ചാൽ ആർക്കായാലും സങ്കടം ഉണ്ടാവും, അതിൽ തർക്കമില്ല. പക്ഷെ സാർ, ഞാൻ ബിരിയാണി ചോദിച്ചിട്ടുമില്ല, എനിക്കത് തരാമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ടുമില്ല. പക്ഷെ ഒന്നുണ്ട്, എന്നെ ഈ പാർട്ടിയിലേക്ക് ക്ഷണിച്ചതാണ്. ഞാനിവിടെ ഒരു അഭയാർത്ഥിയല്ല. സംസാരിക്കുമ്പോൾ ആ പരിഗണന എനിക്ക് കിട്ടണം. ഇനി ഞാൻ CDP ചതിച്ച കഥ. ഞാൻ പഠിച്ചത് ഒരു സർക്കാർ മലയാളം മീഡിയം സ്കൂളിലാണ്. എൻ്റെ അമ്മ ബീഡി തീർത്ത് കിട്ടിയ കാശിന്ന് പാർട്ടിയുടെ ലെവിയും അടച്ച് മിച്ചം വന്ന കാശ് കൊണ്ടാണ് ഞാൻ പഠിച്ചത്. വക്കീലായി എൻറോൾ ചെയ്യാൻ കോട്ടും ഗൗണൊക്കെ വാങ്ങിച്ചത് ബീഡി തൊഴിലാളി സഹകരണ സംഘത്തിൽ നിന്ന് എൻ്റെ അമ്മ ലോൺ എടുത്ത 10,000 രൂപ കൊണ്ടാ. പിന്നെ പാർട്ടി മത്സരിക്കാൻ സീറ്റ് എന്നത് അതെന്നെ വളർത്തി വലുതാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല. ആണ്ടുതോറും സഖാവ് രാഘവൻ രക്തസാക്ഷി ദിനം കൊണ്ടാടുന്ന മണ്ണില് ആ രക്തസാക്ഷിയുടെ മകന് മറ്റാരേക്കാളും വിജയസാധ്യത ഉള്ളതുകൊണ്ടാണ്. മണ്ഡലത്തിലെ ആ വികാരമാണ് ഭാനുസാറിന് 1400 വോട്ടിന് തോൽപ്പിച്ചതും എന്നെ ജയിപ്പിച്ചതും. എനിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഭാനുസാറിന് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാൽ ഭാനുസാറിന് വേണ്ടി വോട്ട് ചോദിക്കാൻ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എൻ്റെ അച്ഛൻ CDPയുടെ രക്തസാക്ഷിയായത് ഈ പാർട്ടിയിലെ ആളുകളുടെ കൈകൊണ്ടാണ്. എന്നിട്ടും ഈ പാർട്ടിയിലെ കതറിട്ടെന്ന് പ്രവർത്തിക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ലാത്തത് ഇത് ഇന്നത്തെ രാഷ്ട്രീയമാണ്. അതിലൊരു തെറ്റൂല എന്നുള്ള എൻ്റെ വിശ്വാസമാണ്. ജയ് ഹിന്ദ്. മതി. ഉദയഭാനു തീരുമാനമൊന്നും എടുത്തില്ലല്ലോ. തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടാണല്ലോ നിങ്ങൾ മീറ്റിംഗ് തുടങ്ങിയത്. കൈയടിക്കാൻ കൂടുന്നില്ല എന്നേ ഉള്ളൂ. ശരി സാർ. ശരി. സാറ് കുഴപ്പങ്ങളുണ്ടാക്കും. പ്രകടനം അങ്ങനെ ഓ, നന്നായിരുന്നു. തന്റെ കോച്ചിങ് ആയിരുന്നല്ലേ? സാർ ഒരു കാര്യം ഏൽപ്പിച്ചാ ഞാനത് വൃത്തിയായിട്ട് ചെയ്യണ്ടേ? കൊള്ളാം. ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാവും തന്റെ സ്ഥാനാർത്ഥിത്വത്തെ പറ്റി. ഈ പുറത്ത് പ്രസംഗിക്കുമ്പോഴും പാർട്ടി യോഗങ്ങളിലും നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യണം. മലയാളം മീഡിയം സ്കൂള്, തന്റെ അമ്മയുടെ വീട് തെറുപ്പ്. സാർ അത് കുറച്ചുകൂടെ സഭ്യമാക്കി പറയാമോ? കേട്ടിട്ട് തെറി പറയാണോ എന്നൊരു തോന്നുന്നു. അപ്പൊ തന്റെ അമ്മയുടെ ജോലിയായ ബീഡി തെറുപ്പ്, സഹകരണ സംഘത്തിന്റെ വായ്പ, ഇതൊക്കെയാണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്. കുറച്ചും കൂടെ ഇമോഷണൽ ആവാം, കണ്ണൊക്കെ നിറയണം. സാർ അത് ഞാൻ പൊട്ടിക്കരഞ്ഞിരിക്കും. വെരി ഗുഡ്, നന്നായി. എന്തും നമുക്ക് ഓട്ടാക്കണം, എന്തും. Dom